ഫ്രണ്ട്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ലൈവ് ട്രേഡാണ്. ലൈവ് ട്രേഡ് ഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എൻട്രി എടുക്കുന്ന സെനറിയോ തൊട്ട് എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എൻട്രിയിലേക്ക് നമ്മൾ വരുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലെസൺസ് ആണ്. അപ്പോൾ ഇതൊരു വെരി ഷോർട്ട് വീഡിയോ ആണ്. മിസ് ചെയ്യാതെ കാണുക. അതിനകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. മൈ നെയിം ഈസ് സോബി ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. വെൽക്കം ഫ്രണ്ട്സ്. നമുക്ക് ഇന്നൊരു ലൈവ് ട്രേഡ് ചെയ്യാം നാസ്താക്കിൽ. അപ്പം നാസ്താക്കിൽ ഇപ്പം ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നോക്കുമ്പോൾ ഇവിടെ ഒരു ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, അല്ലെ ബ്രേക്കപ്പ് സ്ട്രക്ചർ വന്നിട്ടില്ല. എങ്കിൽ പോലും അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് നോക്കാം. അപ്പം 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ നോക്കുമ്പോൾ ആക്ച്വലി ഇതുണ്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത് ഓൾറെഡി ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നമ്മൾ അന്ന് അത് വൈകുന്നേരം ആയപ്പോഴത്തേനും റേഞ്ച് ചെയ്ത് ഇങ്ങനെ തന്നെ ക്ലോസ് ചെയ്തു, നഷ്ടമില്ലാതെ ക്ലോസ് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം നോക്കി മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റി അതിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ താഴോട്ട്. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന അതേ കൺസെപ്റ്റിൽ മാർക്കറ്റ് അതുപോലെ തന്നെ ബിഹേവ് ചെയ്തു. സോ ഇത് ഞാൻ ക്ലിയർ ചെയ്ത് കളഞ്ഞേക്കാം. അത് പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഇവിടെ കാണുന്നത്? സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. 10 മിനിറ്റിനകത്ത് ഒന്നും കാണത്തില്ല. സോ 3 മിനിറ്റിനകത്ത് നമ്മൾ നോക്കുമ്പോൾ വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഏകദേശം അല്ലേ. എ ലോ ഈസ് ക്രിയേറ്റഡ്, ബ്രേക്കപ്പ് സ്ട്രക്ചർ, 2 ഈസ് ലിക്വിഡേറ്റിംഗ്. ഇവിടെ കൺസൾട്ടേഷൻ വന്നതിന് താഴെ വീണ്ടും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിൽ മൈനർ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വി ക്യാൻ ഗെറ്റ് ഇൻ ടു ദ ട്രേഡ്. നൗ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇപ്പം ലോ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്, അല്ലേ. ഓൾ ദ വോളിയം ക്യാൻഡിൽസ്, ഇപ്പോൾ നമുക്കിവിടെ വോളിയം കാണത്തില്ല. ഓൾ ദ വോളിയം ക്യാൻഡിൽസിന് ബോട്ടം സൈഡാണ് പ്രൈസ് സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഇത് ഒരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയാണ്, അല്ലേ. എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയാണ്. അപ്പം പ്രൈസ് പെട്ടെന്ന് വന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാനുള്ള, തിരിച്ച് കയറി വന്നിട്ട് വീണ്ടും താഴോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ വി വിൽ ബി ഗെറ്റിംഗ് ആൻ എൻട്രി ഫ്രം ദിസ് ക്യാൻഡിൽ, ഡിസ്കൗണ്ട് ക്യാൻഡിലാണ്. അപ്പം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പം ഇവിടെ ഈ ഒരു എൻട്രി നമുക്ക് ലൈവ് എടുത്തേക്കാം. ഓക്കെ നൗ എൻട്രി ചെയ്തിട്ടാണ്. നൗ ഇവിടെ നമ്മൾ നോക്കുമ്പം ഒരു ഇത്രയും ഇത് മതി. അപ്പോൾ ഇവിടെ ഈ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ ടോപ്പ് പോർഷനാണിത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വോളിയം ട്രിഗർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഏരിയയിലായിരിക്കും. അതുകൊണ്ടാണ് പ്രൈസ് റിട്രേസ്മെൻറ്റ് പല പ്രാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചിരിക്കുന്നത്? പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തു. അതിനുശേഷം പ്രൈസ് നേരെ മുന്നോട്ട്, വീണ്ടും പ്രൈസ് അതിന് താഴെ വരുമ്പോഴത്തേനും വീണ്ടും പ്രൈസ് ഡിസ്കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രൈസ് മിറ്റിഗേഷന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. വീണ്ടും പ്രൈസ് എല്ലാത്തിനും ബോട്ടം താഴെ, വീണ്ടും പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം വീണ്ടും പ്രൈസ് ഇനി എന്ത് ചെയ്യണം? സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഇപ്പോൾ ഡിസ്കൗണ്ടിങ് എത്ര പ്രാവശ്യമായി? 1 ടൈം, അതിനുശേഷം പ്രൈസ് താഴെ വരുന്നു, 2 ടൈം, ദെൻ മിറ്റിഗേഷൻ വരുന്നു. അതുകൊണ്ട് നമ്മൾ 3 ടൈമായി. 3 ടൈം ആയില്ല, മിറ്റിഗേഷൻ വന്നു, വീണ്ടും പ്രൈസ് അതിന് താഴെ വീണ്ടും പോകുന്നു. അപ്പോൾ 3 ടൈമായി. അപ്പോൾ 3 ടൈം ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിൻ്റെ റിവേഴ്സൽ എന്ന് പറയുന്നത് പെട്ടെന്ന് തിരിച്ച് കയറി പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. സോ നമ്മളെ സംബന്ധിച്ച് ടാർഗറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി കൂടുതൽ ടാർഗറ്റ് വെക്കാം ഇവിടെ. സോ ഇതായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയുടെ മുകളിൽ ഒരു പ്രൈസ്. അപ്പം ജസ്റ്റ് ഈ ഏരിയ വെക്കാം. അപ്പോൾ നമ്മൾ ലൈൻ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, അല്ലേ. അപ്പം എക്സാക്ട്ലി എല്ലാവരും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്, അതായത് സെല്ലിംഗ് പൊസിഷൻ എടുത്തതിന് ശേഷം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഓട്ടോമാറ്റിക്കലി അത് വന്ന് തിരിച്ച് ബൈയിങ് ഇതിനകത്ത് കൂടുതൽ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണെങ്കിൽ, സെല്ലിംഗ് പൊസിഷൻ ആണെങ്കിൽ പ്രൈസ് ഹാസ് ടു ഇവഞ്ച്വലി കം അപ്പ്, അല്ലേ. മുകളിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം സ്റ്റോപ്പ് ലോസസ് ഇവിടുത്തെ ആക്റ്റീവ് ആയി കഴിയുമ്പോഴത്തേനും ബെറ്റർ പ്രൈസിൽ ദേ ക്യാൻ സെൽ, അല്ലേ. ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജറെ സംബന്ധിച്ച് ബെറ്റർ പ്രൈസിൽ സെൽ ചെയ്യാൻ പറ്റും. സോ നൗ ഇറ്റ് ഈസ് ലൈവ് മാർക്കറ്റ്. ഇത് നോക്കിയാൽ 12:05. സോ ടൈം ഇൻ ന്യൂയോർക്ക് 12:05 PM വെനസ്ഡേ നവംബർ 27. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? US മാർക്കറ്റ്, ലൈവ് മാർക്കറ്റ്. സോ പ്രൈസ് പെട്ടെന്ന് വന്നിട്ട് വീണ്ടും നമുക്ക് നമ്മളുടെ പ്ലാൻ പ്രകാരം മേ ബി പ്രൈസ് ഇതിന് താഴോട്ട് പോകണമെന്ന് വിചാരിച്ചോ. താഴോട്ട് ഈ ഇൻ കേസ് നമ്മുടെ ഏരിയ കവർ ചെയ്ത് വരുവാണെങ്കിൽ ഇങ്ങനെ വന്നതിന് ശേഷം പ്രൈസ് മിറ്റിഗേഷന് വേണ്ടിയിട്ട് കയറി വരും. അപ്പോൾ ഇവിടെ വന്നല്ലോ, ഇതുപോലെ ചെറിയൊരു റിട്രേസ്മെൻറ്റ് അവിടെ വരും. ആ സമയത്ത് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്ത് കളയാം. അപ്പം അങ്ങനെ നമ്മൾ പേടിച്ച് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ക്ലിയർ പ്ലാൻ ഉണ്ട്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ക്ലിയർ ടാർഗറ്റും ഉണ്ട്. സോ വി വിൽ സി. അപ്പോൾ നമ്മൾ 3 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്കിവിടെ നോക്കാം.
സോ ബോട്ടം പ്രൈസാണ്. നൗ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പം നമുക്കിവിടെ എന്ത് ഏരിയ എങ്ങനെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് നോക്കിയേ. സോ ഇവിടെ മാർക്കറ്റ് നമ്മൾ ഇങ്ങനെ നോക്കുമ്പം ഈ ഒരു 1 അവറിൻ്റെ സ്ട്രക്ചറിൽ ഇതെന്ന് പറയുന്നത് ഇത് സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈവൻ ദെൻ ഇത് സ്വീപ്പ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രൈസിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇതൊരു സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ ആണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ, 1 2 3 എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് വരണമെങ്കിൽ ആക്ച്വലി ഒരു സ്റ്റെപ്പ് ഇവിടെ വന്നു, അതിനുശേഷം മുകളിൽ പോയിട്ട് ഈ ഫോളോ ചെയ്താക്കുന്നതിൻ്റെ ഒരു പകുതിയോളയിലും ഒരു 50% കയറി വന്നതിന് ശേഷം വീണ്ടും ഇവിടെ വരിക, വീണ്ടും പ്രൈസ് ഇങ്ങനെ വരിക, ഇങ്ങനെ വരിക, വീണ്ടും താഴോട്ട് വരിക. ഇതാണ് ആക്ച്വൽ പ്രൈസിങ്ങിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പം ആ ഒരു ചെറിയ റിസ്ക്കാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം മാർക്കറ്റ് അതിനുമാത്രം ബെയറിഷ് അല്ല താനും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1 അവറിൻ്റെ സ്ട്രക്ചറിൽ ഇത് നോക്കുമ്പോഴാണ്. അതുപോലെ തന്നെ 1 അവറിൻ്റെ സ്ട്രക്ചറിൽ നമ്മളിവിടെ നോക്കുമ്പം ഇതിന് ബോട്ടമാണ് പ്രൈസ് ട്രേഡ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ. ഒരു ഡിസ്കൗണ്ടിങ് ഫാക്ടറാണ് ഇവിടെ ആക്ച്വലി നടന്നിരിക്കുന്നത് അല്ലേ. ഒരു പുൾ ബാക്ക് ടൈപ്പ് ഓഫ് ഇതിൻ്റെ ബോഡി വൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പുൾ ബാക്ക്. അതിൻ്റെ ബോട്ടമാണ് പ്രൈസ് നടക്കുന്നത്. അപ്പോൾ അതിന് താഴെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് എന്ത് ബൈയിങ് പ്ലാനാണ് ഇവിടെ ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്, കോൺഫ്ലുവൻസസ് അല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ പുൾ ബാക്കിലോട്ട് പ്രൈസ് കയറി വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇനി നോക്കാം. സിമ്പിൾ ട്രേഡ് പ്ലാനാണ്. അപ്പോൾ ഇവിടുത്തെ പ്രൈസ് ആണെങ്കിൽ പോലും 1 ടൈം പുൾ ബാക്ക്, 2nd ടൈം പുൾ ബാക്ക് അല്ലേ. സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റിയുടെ ബോട്ടം 2nd ടൈം 3rd ടൈം ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വന്ന് നോക്കുന്ന പ്രൈസ് ഇങ്ങനെ മിറ്റിഗേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. എത്ര പ്രാവശ്യം മിറ്റിഗേറ്റഡ് ഡിസ്കൗണ്ടിങ്, അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ കുറച്ച് നേരം നമുക്ക് നോക്കാം. പ്രൈസ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ കറക്റ്റ് വന്നൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്നാലും ട്രേഡ് വിടുന്നില്ല. ഇച്ചിരി സ്റ്റോപ്പ് ലോസ് ഏരിയ കവർ ചെയ്തതിന് ശേഷം താഴെ വന്നിട്ട് ഇതുപോലെ വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് എക്സിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം. പ്രൈസിൻ്റെ ആക്ടിവിറ്റി ഉണ്ടോ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഏരിയ വന്നിട്ട് വീണ്ടും പ്രൈസ് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പം സ്ലോലി നമുക്ക് നോക്കാം. സോ ബിക്കോസ് US മാർക്കറ്റ്സിന് പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണ്. അപ്പം നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്ന അത്രയും ഹെവി സെൽ ഓഫോ അല്ലെങ്കിൽ പെട്ടെന്ന് 1 ക്യാൻഡിൽ അതിഭയങ്കരമായിട്ട് താഴെ വന്ന് വെച്ച് പിന്നെ അങ്ങനത്തെ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മൾ എൻട്രി എടുക്കുന്ന ഏരിയ ഏകദേശം കറക്റ്റ് ആണെങ്കിൽ വലിയ പ്രശ്നമില്ലാത്തൊരു മാർക്കറ്റാണ്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ, എത്ര ഫാസ്റ്റായിട്ടാണ് കയറി വരുന്നതെന്നുണ്ടോ. സോ നമ്മൾ വീണ്ടും സേഫാണ്. നമ്മളുടെ ഐഡിയ പ്രകാരം നമ്മൾ എൻട്രി എടുത്തത് ഏകദേശം കറക്റ്റാണെന്ന് പറയാം. പ്രിസിഷൻ അല്ല എങ്കിൽ പോലും ഏകദേശം ഓക്കെയാണ്. അപ്പോൾ ഇനി നമ്മളുടെ ടാർഗറ്റിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ പതുക്കെ മാർക്കറ്റ് വളരെ സ്ലോ പ്രൈസ് ആക്ഷനാണ്, പതുക്കെ കയറി വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഏകദേശം ടാർഗറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഏകദേശം ചെറിയ പോയിൻറ്റ്സേ ഉള്ളൂ. സോ ഞാനിവിടെ വെച്ച് ട്രേഡ് എക്സിറ്റ് ചെയ്യാണ്. ചില സമയത്ത് നമുക്ക് കൃത്യം ടാർഗറ്റ് കിട്ടിയെന്ന് വരത്തില്ല. മേ ബി ഇവിടെ വന്നൊരു സെൽ ഓഫ് വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ ഡിപ്രിസിയേഷൻ ഇതായിപ്പോവും, നമ്മുടെ പ്രീമിയം DK വരും. അപ്പം അതിലും ഭേദം നമുക്ക് ഈ ഹൈ റേറ്റിൽ തന്നെ അങ്ങോട്ട് എക്സിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മാക്രോ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റ്, ഒന്ന് മൈക്രോ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർക്കറ്റ്, പിന്നെ നമ്മളുടെ ഈ എഞ്ചിനീയർഡ് ലിക്വിഡിറ്റിയുടെ ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞാക്കുന്നു അല്ലേ. അപ്പം
ഏത് ടൈപ്പ് ഓഫ് സ്കീമാറ്റിക്സ് വെച്ച് നമ്മൾ നോക്കി കഴിയുകയാണെങ്കിലും പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. എവിടെയാണ് വേർ ദർ ഇസ് ലിക്വിഡിറ്റി ഇറ്റ് വിൽ അട്രാക്ട് ലൈക്ക് എ മാഗ്നറ്റ് ടു മെറ്റൽ എന്ന് പറയുന്നത് പോലെ തന്നെ അത് വരും. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ ഒരു ഏരിയയാണ് എല്ലാത്തിനകത്ത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സ്കീമാറ്റിക് വരച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇവിടെ വരുന്നു, അതിനുശേഷം ഇങ്ങനെ വരുന്നു അല്ലേ. പെട്ടെന്ന് ഒരു ക്യാൻഡിൽ താഴോട്ട് പോകുന്നു, പിന്നെ വീണ്ടും മുകളിലോട്ട് പോകുന്നു, പ്രൈസ് മുകളിലോട്ട് വരുന്നു, വീണ്ടും ആ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ ബോട്ടം പ്രൈസ് സ്വീപ്പ് ചെയ്യുന്നു, ഇവിടുത്തെ മിറ്റിഗേഷന് വേണ്ടിയിട്ട് പ്രൈസ് ഇവിടെ വരുന്നു, വീണ്ടും പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ആ സമയത്താണ് നമ്മളുടെ പോയിന്റ് ഓഫ് എൻട്രി എന്ന് പറയുന്ന നമ്മുടെ റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം പ്രൈസ് നമ്മൾ എൻട്രി എടുക്കുന്നു, വീണ്ടും പ്രൈസ് നമ്മുടെ ഏരിയയിലേക്ക് വരുന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. സോ ടാർഗറ്റിംഗ് ദിസ് ലിക്വിഡിറ്റി, എന്താണ് ലിക്വിഡിറ്റി ടു ബി ടാർഗറ്റഡ് ആൻഡ് ലിക്വിഡിറ്റി ഈസ് ടേക്കൻ, കൺസെപ്റ്റ് ഈസ് ക്ലിയർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്കീമാറ്റിക് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മളിവിടെ കാണുന്നത്? ഇതാണ് അതിൻ്റെ സ്കീമാറ്റിക്. അപ്പോൾ എപ്പോഴും നമ്മൾ സ്കീമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രോഡ് ഔട്ട്ലുക്ക് ഓഫ് ദ മാർക്കറ്റ് അല്ലേ. അപ്പോൾ സ്കീമാറ്റിക് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി അല്ലേ, സ്വീപ്പ് ഈസ് ദർ, ഡിസ്കൗണ്ടിങ് വൺ ടൈം, എഗെയിൻ പ്രൈസ് ബ്രേക്ക് ഔട്ട് നടക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇത് മുകളിലോട്ടാണ് ഓർത്ത് എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നു, റീറ്റെയിലേഴ്സുകാർ അവരെല്ലാം കൂടെ എക്സിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രൈസ് താഴോട്ട് വരുന്നു. അപ്പം ഇതിൻ്റെ ബോട്ടം പ്രൈസ് ട്രേഡ് ചെയ്യുന്നു. ട്രേഡ് ചെയ്തതിന് ശേഷം പ്രൈസ് വീണ്ടും ഇവിടെ വരുമ്പം ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് മിറ്റിഗേഷണൽ മൂവ്മെൻറ്റ്. സോ ഓൾ ദ ഓർഡേഴ്സ് ഇവിടുത്തെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞു, പ്രൈസ് വീണ്ടും താഴോട്ട്, വീണ്ടും പ്രൈസ് മുകളിലേക്ക് വരുന്നു, ഇത് മിറ്റിഗേറ്റ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു. ആ വരുന്ന ലെഗിലാണ് നമ്മളിവിടെയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് എപ്പോഴും മേ ബി ഇവിടെ കിട്ടും, എവിടെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ലാക്ക് പോലെ ഇരിക്കും. സോ പ്രൈസ് ആക്ഷൻ എല്ലാ ദിവസത്തെയും പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സെയിം. അപ്പം അത്രയുള്ള അതിനകത്തെ കാര്യം. അപ്പോൾ ചില ദിവസം നമുക്ക് ഇങ്ങനെ നോക്കിയിരുന്ന് മടുക്കും, ചില സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് കിട്ടും, പെട്ടെന്ന് കിട്ടും ടാർഗറ്റ്. ഇന്നലെ നമുക്ക് ടാർഗറ്റ് കിട്ടിയില്ല. സോ ഈ സെയിം ഇതിൽ തന്നെ ഇന്നലത്തെ ട്രേഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ലോജിക്കിനകത്ത് അതുപോലെ തന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രഡിക്ഷൻ ഓഫ് മാർക്കറ്റ് മൂവ്മെൻറ്റ് അല്ലേ. മാർക്കറ്റ് മൂവ്മെൻറ്റിൻ്റെ പ്രഡിക്ഷൻ എങ്ങനെയാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ ഈ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കൺസെപ്റ്റും എന്ന് പറയുന്നത് യു വിൽ ഹാവ് എ മാക്രോ ലെവൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് പ്രൈസ് ആക്ഷൻ. അതെന്ന് പറയുന്നത് പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്യുമ്പോൾ, ചാർട്ട് റീഡ് ചെയ്യുമ്പം നമ്മൾ അതിനകത്ത് എന്തെല്ലാം ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ആണ് കാണുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്ഷൻ ഏകദേശം ശരിയാകും. പിന്നെ എൻട്രി ലെവലിലേക്ക് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പലവിധ കോൺഫ്ലുവൻസസ് നമുക്ക് കാണാൻ പറ്റും. ആ കോൺഫ്ലുവൻസിൽ നമ്മൾ 2-3 ക്ലബ് ചെയ്തിട്ട് വി വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടു ദ റൈറ്റ് പ്ലേസ്. അതാണ് എൻ്റെ കാര്യം. സോ സംടൈംസ് ഇറ്റ് വിൽ ബി സ്നിപ്പർ ഷോട്ട്, സംടൈംസ് നമ്മുടെ എൻട്രി ലെവലിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കും. ബട്ട് വി ആർ ഓൺ ദ പ്രോസസ് അല്ലേ, അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. അതുപോലെ തന്നെ കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.